എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വാഴ 2 സിനിമ എല്ലാവരും കണ്ടാണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ബിജുക്കുട്ടൻ ചേട്ടൻ്റെ കഥാപാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. അതായത് ബിജുക്കുട്ടന് സംഭവിക്കുന്ന ഒരു കാര്യം നമുക്ക് വളരെ ദുഃഖകരമായിരുന്നു അല്ലേ. പുള്ളിക്ക് എന്താ സംഭവിക്കുന്നത്? അതിനകത്ത് നമുക്ക് പുള്ളിക്ക് കരൾ രോഗം വരികയാണ്, സിറോസിസ് കണ്ടുപിടിക്കപ്പെടുകയാണ്. പക്ഷേ പുള്ളിയാണെങ്കിലോ മദ്യം അങ്ങനെയൊന്നും ഉപയോഗിക്കുന്ന ആളുമല്ലായിരുന്നു. അപ്പോൾ എന്തായിരുന്നു കാരണം കാണിക്കുന്ന നോക്കുകയാണെങ്കിൽ ഹെർബൽ മരുന്ന് പുള്ളി ഒത്തിരി ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെയാണ് കരൾ രോഗം വരുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിലെന്താണ് സത്യാവസ്ഥ? അപ്പോൾ നമുക്ക് ഈ നാച്ചുറലായിട്ട് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും സേഫ് ആണെന്നുള്ളത് കരുതാൻ പറ്റില്ല. ഈ ഹെർബൽ മരുന്നുകൾ പല ടൈപ്പിലുള്ള ഹെർബ്സ് ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഹെർബൽ മരുന്നുകളുടെ പ്രശ്നം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വലിയ പഠനങ്ങളൊന്നും ഈ മരുന്നുകൾക്ക് ഉണ്ടാവാറില്ല. അതിൻ്റെ സേഫ്റ്റിയും എഫിക്കസിയും തെളിയിക്കുന്ന രീതിക്കുള്ള പഠനങ്ങളില്ല. അപ്പോൾ ഡോസിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും കറക്റ്റായിട്ട് പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ മാത്രമല്ല ഈ ഹെർബൽ മരുന്നുകളിൽ നോക്കുകയാണെങ്കിൽ ചെടികളിൽ പലപ്പോഴും ലോഹത്തിൻ്റെ അളവ് കൂടുതൽ കാണാം. നമുക്ക് ആർസനിക്, ലെഡ്, മെർക്കുറി. അപ്പോൾ ഇത് നല്ലോണം പ്യൂരിഫൈ ചെയ്ത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കരൾ രോഗം, വൃക്ക രോഗത്തിൻ്റെ സാധ്യതയെ വർദ്ധിപ്പിക്കാം. മാത്രമല്ല ഈ ഹെർബൽ മരുന്നുകൾ പലപ്പോഴും OTC, ഓവർ ദ കൗണ്ടർ ഡ്രഗ്സ് ആയിട്ടാണ് അവൈലബിൾ. അപ്പം അത് നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ലഭിക്കുന്ന രീതിക്കും അത് കിട്ടാറുണ്ട്. അപ്പോൾ അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ജനങ്ങൾ സ്വന്തമായിട്ട് ഇഷ്ടപ്രകാരത്തിൽ പോയി മേടിച്ച് ഇതിൽ ഡോസിംഗ് ഒന്നും നോക്കാതെ കഴിക്കുമ്പോഴത്തേക്കും അതും വീണ്ടും സാധ്യതയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് അരളിപ്പ് കഴിച്ചിട്ട് നമ്മുടെ നാട്ടിലൊരു കുഞ്ഞ് മരിച്ചില്ലേ. എത്രയോ വിഷച്ചെടികളുണ്ട്, വിഷക്കായ്കളുണ്ട് നമ്മൾ കഴിയാൻ പാടില്ല എന്ന് പറയുന്നതും അല്ലേ. അപ്പോൾ നാച്ചുറലായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നമുക്ക് സേഫ് ആണെന്നുള്ളത് കരുതാൻ പറ്റില്ല. ഇപ്പോൾ ഹെർബൽ മരുന്നുകൾക്കും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലും ചൈനയിലും ഒത്തിരി ഇതിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഗ്രന്ഥങ്ങളിൽ പബ്ലിഷ് ചെയ്തിട്ടും ഉള്ളതാണ്. എല്ലാ പച്ചമരുന്നുകൾക്കും പച്ചക്കൊടിയല്ല. ഈ പറഞ്ഞുള്ള ഹെർബൽ മരുന്നുകൾ മേടിച്ച് കഴിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.